നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സത്യത്തിന്റെ ചക്രവാളം എന്നതിനെക്കുറിച്ചാണ്. ഇത് ശരിക്കും വിശ്വാസവും അറിവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ കഥയാണ്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? നമ്മുടെ ഈ ചർച്ചയുടെ അല്ലെങ്കിൽ ഈ കഥയുടെയൊക്കെ കാതല് ഈ ഒരു വാചകത്തിലാണ്. എന്താണിത് പറയുന്നത്? ഇന്നത്തെ ഏറ്റവും വലിയ വിഡ്ഢിത്തം അറിവില്ലായ്മയല്ല, മറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കൂട്ടാക്കാത്ത ആ ഒരു അടഞ്ഞ മനസ്സാണ്. ഈ ഒരു ആശയമാണ് നമ്മുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. യഥാർത്ഥ വിഡ്ഢിത്തം. എന്താണ് ഈ പറയുന്ന യഥാർത്ഥ വിഡ്ഢിത്തം? നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഏതെങ്കിലും പുസ്തകത്തിൽ വരുന്നതല്ല, മറിച്ച് മാറ്റത്തെ പേടിച്ച് സ്വന്തം ചിന്തകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നൊരു മനസ്സുണ്ടല്ലോ, അതാണ്. അറിവിന് നേരെ വാതിലടച്ച ആ മനസ്സ്, അത് തന്നെയാണ് യഥാർത്ഥ തടവറ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അന്ധവിശ്വാസത്തിന്റെ ലോകം. ഈ ഒരു ആശയം ഒരു കഥയിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഒരു സമൂഹം, അവർ പേടിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ ലോകം പരന്നതാണ്, കടലിനപ്പുറം ഒന്നുമില്ല, ഒരു ശൂന്യതയാണ്. ഈ ഒരു വിശ്വാസം ഒരു തരത്തിൽ അവർക്കൊരു സുരക്ഷിതത്വമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ അത് അവരുടെ വളർച്ചയങ്ങ് തടഞ്ഞു നിർത്തിക്കളഞ്ഞു. അവരുടെ പേടിസ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നെന്നറിയോ? തിരമാലകൾക്കപ്പുറം ഒരു വലിയ പാതാളം, ആകാശത്തെ താങ്ങി നിർത്തുന്ന ഭീമാകാരമായ തൂണുകൾ, പിന്നെ ലോകത്തിന്റെ അറ്റത്തുനിന്ന് താഴേക്ക് വീണു പോകുമോ എന്നുള്ള പേടി. ശരിക്കും പറഞ്ഞാൽ അറിയാത്ത ഒന്നിനോടുള്ള ആ ഭയമാണ് അവരെ ഭരിച്ചിരുന്നത്. ഇനി അടുത്തത് അസുഖകരമായ ഒരു സത്യം. ഇത്രയും കാലം അവർ വിശ്വസിച്ചു പോന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ നിരീക്ഷണം കൊണ്ട് എങ്ങനെയാണ് തകർന്നു വീണതെന്ന് നമുക്ക് കാണാം. അപ്പം നമ്മുടെ കഥയിലെ നായകൻ ഏകാഗിയായ ഒരു ചെറുപ്പക്കാരനാണ്. അവൻ എല്ലാ ദിവസവും ചക്രവാളത്തിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ വളരെ ലളിതമായ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചു. ദൂരെ നിന്ന് വരുന്ന കപ്പലുകളുടെ പായ്മരമാണ് ആദ്യം കാണുന്നത്. അതിനുശേഷം മാത്രമാണ് കപ്പലിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ പറ്റുന്നത്. ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് അവൻ എത്തിയ നിഗമനം വളരെ യുക്തിസഹമായിരുന്നു. എന്താണെന്നോ? ഭൂമി ഉരുണ്ടതാണ്. പക്ഷെ അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. കാരണം അവന്റെ സമൂഹം വിശ്വസിച്ചിരുന്ന എല്ലാത്തിനെയും തകർക്കുന്ന ഒരു സത്യമായിരുന്നു അത്. ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയൊരു സംഘർഷം വരുന്നത്. നോക്കൂ, ഒരു ഭാഗത്ത് ആ സമൂഹം, അവരുടെ ഭയം, അവരുടെ പാരമ്പര്യം, അവരുടെ അന്ധവിശ്വാസങ്ങൾ. മറുഭാഗത്തോ ആ യുവാവ്, അവന്റെ നിരീക്ഷണം, അവന്റെ യുക്തി, അവന്റെ സത്യസന്ധമായ ചിന്ത. അവന്റെ ഈ പുതിയ ആശയത്തെ ആ സമൂഹം വെറുതെ വിടുമോ? ഇല്ല, അവരവനെ പരിഹസിക്കാൻ തുടങ്ങി. എന്താ, ഭൂമി ഉരുണ്ടതാണെന്നോ? ഹേ, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ താഴേക്ക് വീണുപോവില്ലേ? ഈ കടലിലെ വെള്ളമൊക്കെ മറിഞ്ഞു പോവില്ലേ? എന്നൊക്കെ ചോദിച്ച് അവർ ആ യുക്തിയെ നേരിട്ടു. സത്യം തുറന്നു പറഞ്ഞതിന് അയാൾക്ക് കിട്ടിയത് കടുത്ത ശിക്ഷയായിരുന്നു. സമൂഹം അവനെ ഒരു ശത്രുവിനെ പോലെ കണ്ടു, ഒരു ദൈവനിന്ദകനായി മുദ്രകുത്തി. അവന്റെ യുക്തിയെ അവർ ഭ്രാന്താണെന്ന് വരെ പറഞ്ഞു. അടുത്ത ഭാഗം, കാലത്തിന്റെ വിധി. അപ്പോ ഈ ഒരു സംഘർഷം എങ്ങനെ അവസാനിച്ചുവെന്ന് നോക്കാം. കാരണം കാലത്തിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്, സത്യം പുറത്തു കൊണ്ടുവരാൻ. ശരിക്കും പറഞ്ഞാൽ ഏതൊരു പുതിയ ആശയവും കടന്നുപോകുന്ന ഒരു വഴിയാണിത്. ആദ്യം അത് ജനിക്കുന്നു, പിന്നീട് ഒരുപാട് തിരസ്കാരങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വരുന്നു. പക്ഷേ അവസാനം സത്യമാണെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. എന്നിട്ടോ ഒരു ദിവസം ലോകം മുഴുവൻ കപ്പലിൽ ചുറ്റി സഞ്ചരിച്ച ഒരു യാത്രികൻ ആ നാട്ടിലേക്ക് തിരിച്ചെത്തി. ആ ഒരൊറ്റ സംഭവം മതിയായിരുന്നു. കാരണം അത് നിഷേധിക്കാൻ പറ്റാത്ത തെളിവായിരുന്നു. ആ സമൂഹത്തിന് യാഥാർത്ഥ്യത്തെ മുഖാമുഖം കാണേണ്ടി വന്നു. അതോടുകൂടി അവർ തലമുറകളായി കൊണ്ടുനടന്ന ആ വിശ്വാസങ്ങളുടെ കോട്ടകൾ ഒന്നൊന്നായി തകർന്നു വീണു. കാലഹരണപ്പെട്ട ആ വിശ്വാസങ്ങൾക്ക് പിന്നെ അവിടെ സ്ഥാനമില്ലായിരുന്നു. അപ്പോ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. സത്യത്തിന്റെ ചക്രവാളം. ഇനി നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. എന്തായിരുന്നു അവിടുത്തെ യഥാർത്ഥ പ്രശ്നം? അതവർക്ക് അറിവില്ലാഞ്ഞതുകൊണ്ടായിരുന്നോ? അല്ല, മറിച്ച് പുതിയ ഒന്നിനെ, ഒരു മാറ്റത്തെ അംഗീകരിക്കാൻ തയ്യാറാവാത്തൊരു മനസ്ഥിതിയുണ്ടല്ലോ, അതായിരുന്നു യഥാർത്ഥ ഇരുട്ട്. അതായിരുന്നു അവരുടെ അന്ധതയുടെ കാരണവും. ഈ കഥയിലെ പൈതൃകത്തെക്കുറിച്ചുള്ള സന്ദേശം നമ്മൾ ശ്രദ്ധിക്കണം. അന്ന് ആ യുവാവിനെ പരിഹസിച്ചവരെയൊന്നും ഇന്ന് ചരിത്രത്തിൽ എവിടെയും കാണാനില്ല. പക്ഷേ സത്യം തേടിയിറങ്ങിയ ആ ചെറുപ്പക്കാരന്റെ പേര് ഇന്നും നക്ഷത്രങ്ങളെപ്പോലെ തലയുയർത്തി നിൽക്കുന്നു. അപ്പോൾ നമുക്കീ വിശകലനം ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം. ഒരുപാട് പേര് വിശ്വസിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട്
ഒരു നുണ സത്യമായി മാറുന്നില്ല. യഥാർത്ഥ അറിവെന്ന് പറയുന്നത് നമുക്ക് മുന്നിലുള്ള ചക്രവാളത്തിനപ്പുറം കാണാനുള്ള ആ ധൈര്യമാണ്. എല്ലാവർക്കും നന്ദി.